ഹായ് ഗൈസ്, ഇന്ന് ഞാൻ മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ അതിലുണ്ടായ മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഓരോ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ എയർ ഇന്ത്യയിൽ ഒന്ന് പോകുന്നത് നമ്മൾ മലയാളികളൊക്കെ എന്തായാലും വിചാരിക്കും. പക്ഷേ ഈ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് ഫ്ലൈറ്റ് നോക്കിയാലും ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അതാണ് എന്നെയും ഈ ഒരു ഫ്ലൈറ്റ് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. പിന്നെ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ മുംബൈക്ക് ചെന്നിട്ട് മുംബൈയിൽ ഒരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക്. ഏതൊരു ഫ്ലൈറ്റ് യാത്രയായാലും ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ് അതിൽ തന്നെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ സാധാരണയായിട്ട് ആർക്കും ഫ്രീ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ എയർ ഇന്ത്യ ത്രൂ ആണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അപ്പോൾ എയർ ഇന്ത്യ ആയിട്ടുള്ള ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്യുക. പക്ഷേ അത് അങ്ങനെ ബുക്ക് ചെയ്താൽ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ആയിരിക്കും. ലാസ്റ്റ് ടൈം പോയപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ഒരു ഫുഡ് തന്നത്. ആക്ച്വലി ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറി. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് യാത്രയിൽ എനിക്കുണ്ടായ മോശം അനുഭവത്തെ പറ്റിയാണ്. മറ്റൊന്നല്ല, നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി ബോംബെയിൽ എത്തി കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റ് ആളുകൾ കുറവാന്നുള്ള കാരണം കൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു. പക്ഷെ അത് അവർ സമ്മതിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പല ആളുകളോട് തല്ലുണ്ടാക്കിയിട്ടൊക്കെയാണ് പിന്നെ അടുത്ത ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. മസ്കറ്റിൽ നിന്ന് വെളുപ്പിന് 12:15 പുറപ്പെട്ട് 4:50 ആണ് ബോംബെയിൽ എത്തേണ്ടത്. പക്ഷേ മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഏകദേശം ഒരു 5 മണിക്ക് തന്നെ അവരവിടെ കൊണ്ടെത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ഓടിക്കതച്ച് നമ്മുടെ എമിഗ്രേഷൻ കൗണ്ടറിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 6 മണി. ശരിക്കും 6:05 കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന ടൈം. പക്ഷെ അവർ 5:45 തന്നെ കൗണ്ടർ ക്ലോസ് ചെയ്തു. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഫ്ലൈറ്റ് ഓൾറെഡി പോയി എന്ന് അവർ പറയണം. ഫ്ലൈറ്റ് പോയി കഴിഞ്ഞെന്ന് പറയുന്ന ഈ കാര്യം ഉണ്ടല്ലോ, അത് ശുദ്ധ നുണയാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റിന് വേണ്ടി 12 മണിക്കൂർ മുമ്പ് യൂറോപ്പിൽ നിന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ലേഡിനെ നമ്മൾ ഈ കൗണ്ടറിൽ വെച്ച്, അതായത് ലോഞ്ചിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. അവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ പിക്ചർ മനസ്സിലായത്. ഇപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ നമുക്ക് ലോഞ്ച്, ഇനി റൂം വേണ്ടവർക്ക് റൂം, ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റ് തരുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തർക്കിച്ചിട്ടൊക്കെയാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ തർക്കിക്കുന്ന കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മളെ പോലെ ഏകദേശം ഒരു 30 ആൾ ഇതേപോലെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തന്നത് 5 മണിക്കാണ്. അപ്പോൾ 5 മണി വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ നമുക്ക് ഈ ലോഞ്ച് യൂസ് ചെയ്യാം. ഇനി ലോഞ്ച് വേണ്ടാത്ത ആളുകൾക്ക് റൂം കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തം എല്ലാവർക്കും ഈ 30 ആൾക്കും 5 മണിക്കുള്ള ഫ്ലൈറ്റ് അല്ല, പല പല സമയങ്ങളാണ്. ചില ആളുകൾക്ക് വൈകുന്നേരം 10 മണിക്കാണ്, ചില ആളുകൾക്ക് വൈകുന്നേരം 12 മണിക്കാണ്. അങ്ങനെ പല പല ടൈമുകളിലൊക്കെയാണ് ഫ്ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് ലേറ്റ് ആയിട്ട് 10 മണി അല്ലെങ്കിൽ 11 മണി അങ്ങനെയുള്ള സമയങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമാണ് അവർ റൂം കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ നമ്മൾ 5 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ ഒരു കൂപ്പണും കാര്യങ്ങൾ തന്നു. അപ്പോൾ നമ്മൾ ലഞ്ചിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ മെയിൻ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ പോയിട്ട് തർക്കിക്കാണ്ട് നമുക്ക് ഈ ഒരു സംഭവം ഒന്നും നമുക്ക് കിട്ടില്ല. ഇനി ലഞ്ച് തന്നപ്പോഴും നമുക്ക് അതിൽ ചോയ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ജീര റൈസും ബട്ടർ ചിക്കനാണ്. വൈഫിന് ജീര റൈസും പനീർ മസാലയും. ആക്ച്വലി ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെയും വൈഫിനെ സംബന്ധിച്ച് ആനുവൽ ലീവിന് വരാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എമർജൻസി കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എമർജൻസി ആയിട്ട് വന്ന ഒരുപാട് ആളുകൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അതായത് അളിയൻ്റെ കല്യാണം, അന്ന് രാവിലെ കല്യാണം, അതിന് വേണ്ടി വന്ന ആൾക്ക് സ്വന്തം അളിയൻ്റെ കല്യാണം വരെ കൂടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ വന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്നല്ല, എന്തുകൊണ്ടാണ് ഇത്രയും എമർജൻസി ഉള്ള ആളുകൾ ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് സെലക്ട് ചെയ്തെന്നുള്ളത്. എന്തായാലും പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരിക്കും ആളുകൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇറാനും അമേരിക്കയായിട്ടുള്ള യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചാർജ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റിനൊക്കെ നല്ല ചാർജാണ്. ഏകദേശം ഇതിൻ്റെ ഒരു ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ സെലക്ട് ചെയ്യണത്. ഒരുപാട് സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ 5 മണിക്കായിട്ടുള്ള ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ലോഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മുംബൈ എയർപോർട്ട് വഴി ഒരു കണക്ഷൻ ഫ്ലൈറ്റ് വരണത്. പക്ഷേ മുംബൈ എയർപോർട്ട് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കണക്ഷൻ ഫ്ലൈറ്റ് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീലിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ ഏത് മോശം സിറ്റുവേഷൻ വന്നാലും അവിടെ ഒരു നായക കഥാപാത്രം അവതരിക്കുന്ന പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ഇന്ന് നമുക്കായിട്ട് കൗണ്ടർ സ്റ്റാഫായിട്ടൊക്കെ തർക്കിച്ച് നമ്മുടെ ഫ്ലൈറ്റൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് തന്ന ചേട്ടൻ എന്ന് പറയുന്നത് ഈ പോണ ചേട്ടനാണ്. അപ്പോൾ ആളെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു പ്രൈവസിയുടെ ഇഷ്യൂ ഉണ്ടാവട്ടല്ലോ.
അങ്ങനെ മുംബൈ എയർപോർട്ടിലെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ പോണത് എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, ടാറ്റയുടെ തന്നെ ഓണർഷിപ്പിലുള്ള വിസ്താര ഫ്ലൈറ്റിലാണ്. വിസ്താര ഫ്ലൈറ്റിൽ എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ഫ്ലൈറ്റിലെ സീറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിനൊക്കെ ഫാർ ബെറ്റർ ആണ്, അടിപൊളിയാണ്. അപ്പം ഇതിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കഴിക്കാം. അപ്പം അങ്ങനെ നമുക്ക് നേരെ യാത്ര തുടരാം. ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡായിട്ട് തന്നത് റൊട്ടിയും പച്ച ഗ്രീൻ പീസിൻ്റെ ഒരു കറിയും അതേപോലെ സ്വീറ്റിനായിട്ട് രസഗുളയാണ്. ഫ്ലൈറ്റിൽ കയറി ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങാം, അതല്ലെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അങ്ങനെ കുറച്ചും കൂടി സമയം നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊച്ചി എത്തി. അപ്പോൾ നമ്മുടെ കൊച്ചി ലാൻഡിംഗ് ആണ്. നമ്മൾ എന്ന് ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഈ ഒരു ലാൻഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു കുളിര് തരുന്ന ഒരു അനുഭവം തന്നെയാണ്. എത്രയൊക്കെ മോശം അനുഭവം ഉണ്ടായാലും എല്ലാ മലയാളികളും പ്രതിജ്ഞ എടുക്കണ പോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഫ്ലൈറ്റിൽ ഒരിക്കലും വരില്ല എന്നുള്ള പ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലും പ്രകൃതി നമ്മളെ ചതിക്കും, അതുകൊണ്ട് നമുക്ക് ഈ ഫ്ലൈറ്റിൽ ചിലപ്പോൾ വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇനിയും ഒരു നല്ലൊരു ഫ്ലൈറ്റ് യാത്രയായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.